ആണ്ടിനും നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഇന്ന് ഒരു കർത്തൃ ദിവസം കൂടെ നൽകിയിരിക്കെ ഇതെല്ലാമേ എല്ലാ ദിവസവും കർത്തൃ ദിവസം അതുകൊണ്ട് ഞാൻ കർത്തൃ ദിവസം എന്ന് சொல்லுது. കർത്തൃ ദിവസം നമുക്ക് നൽകിയിരിക്കെ നമ്മൾ ഇന്ന് എപ്പിസോഡ് 105 പോവുകയാണ്. 105 എന്നെയാണ് ആണ്ടവർ നമ്മളോട് പേശുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. അത് മറ്റുമല്ല, നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എപ്പിസോഡ് 105 എന്നാ നമുക്ക് சொல்லுதுன்னு നമുക്ക് பார்ക്കാം. ഫിലിപ്പിയ ലേഖനം 1:27 തൊട്ട് നമുക്ക് വാസിച്ചിടാം. 27 തൊട്ട് നമുക്ക് വാസിച്ചിടാം. നമുക്ക് പുടിയും 27 നമ്മൾ വാസിച്ചാച്ചേ. എന്നാലും നമുക്ക് 27 ഒന്നും കൂടെ പോയിട്ട് നമുക്ക് 28 നമുക്ക് പോയിടാം. 27 சொல்லுது, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികൾ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനാൽ പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാ വണ്ണം മാത്രം നടപ്പീൻ. ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது, നിങ്ങളെപ്പറ്റി ഞാൻ ரொம்ப വാർത്ത ഞാൻ കേട്ടാച്ചേ. വാർത്ത ഞാൻ കേട്ടാച്ചേ. ഇங்கே சொல்லுது, ഞാൻ ரொம்ப വാർത്ത കേട്ടാ. നിങ്ങളെ വന്ന് ഇനി കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, അത് ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വന്ന് പാക്കുക, അതല്ല, ഞാൻ ദൂരെ ഇരുന്ന് ഞാൻ ഈ ജയിലിലിരുന്ന് ഞാൻ നിങ്ങളെ പറ്റി കേൾക്കത് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന്, നിങ്ങൾ എല്ലാവരുമേ ഒരേ ആത്മാവിൽ നിലനിന്ന് നിങ്ങൾ എന്നെ പറയണം. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് സുവിശേഷത്തിൻ്റെ ഇങ്ങനെ നമ്മൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികൾ ഒന്നിലും കുലുങ്ങിപ്പോകാതെ, നിങ്ങളുടെ ശത്രുവിനോട് നിങ്ങൾ പേടിക്കാതെ ഭയക്കാതെ നിങ്ങൾ എന്നാ പറയണമെന്നാ சொல்லுது, കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി നിങ്ങൾ ഏക മനസ്സോടെ, അതായത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ എല്ലാ തേവയും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ മനസ്സും ഒന്നായിരിക്കണം. ഏക മനസ്സോട്, അതായത് നിങ്ങൾ കൂട്ടുവിശ്വാസികളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ആണ്ടവർക്ക് തേവപ്പെടുന്ന ചെയ്യണം. അത് എന്നതായി ആണ്ടവർക്ക് തേവപ്പെടുന്നത്? അത് സുവിശേഷത്തിന് വേണ്ടി അത് സുവിശേഷം എപ്പടി നിങ്ങളുടെ വിശ്വാസത്തിനാൽ സുവിശേഷം നിങ്ങൾ ചൊല്ലണം. അതായത് വിശ്വാസത്തിനാൽ പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് എനിക്കത് ஞாபகപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പോരാട്ടം பண்ணுകയാണ് സുവിശേഷത്തിന് വേണ്ടി. അത് ഞാൻ പാക്കുന്നു എന്ന് ഞാൻ ഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് തിരിയും എന്ന് അവൻ ചൊല്ലിയിരിക്കണം. ഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പേൻ. അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് പുടിയണം, എന്നെ പുടിയണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ സുവിശേഷം എപ്പോഴും കൊണ്ടുവരാൻ പറ്റും? വിശ്വാസത്താൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ആ വിശ്വാസത്താൽ നിങ്ങൾ കൊണ്ടുവരുന്നത് അത് ഞാൻ കേട്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ലഭിച്ചിരിക്കും. എന്നിട്ട് ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது, നിങ്ങൾ സുവിശേഷത്തിൻ്റെ മാത്രം ഘോഷണം பண்ணണം, അല്ലെങ്കിൽ നിങ്ങൾ സുവിശേഷം മാത്രം നിങ്ങൾ പേശിയിടണം എന്ന് ചൊല്ലിയിടുകയാണ്. 28 വാക്കിൽ, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അതായത് ഇങ്ങനെ ചൊല്ലുകയാണ്, സുവിശേഷം ചൊല്ലുന്നത് മൂലം അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും അത് പ്രയോജനപ്പെടും. അത് എപ്പടി? അന്നേരം സുവിശേഷം ചൊല്ലുന്നതുകൊണ്ട് അവരുടെ നാശമാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നാശം താൻ വരണമെന്ന നമ്മുടെ മനസ്സിലെ ചിന്ത. അപ്പടിയല്ല. അവർ ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ നാശം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ നാശം അവരിൽ നിന്നും ഉണ്ടായിട്ട്, ആ നാശം ഉണ്ടായിട്ട് അവരെ നിങ്ങളിൽ ബലപ്പെടണം. അത് മാത്രമല്ല, നിങ്ങൾ ബലപ്പെടും. കാരണം നിങ്ങൾ ആണ്ടവരുടെ സുവിശേഷം ഞങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ കിടച്ചിടും. നമ്മൾ വാസിച്ചാച്ചേ, നമ്മൾ നേരത്തെ പഠിച്ചാച്ചേ, എന്നെ പഠിച്ചാച്ചേ,
ആണ്ടവർ ന്യായം വിധിക്കാൻ പോവുകയാണ്. ന്യായാധിപൻ ആര് താൻ? ആണ്ടവർ താൻ. ആണ്ടവരായ യേശുക്രിസ്തു താൻ ന്യായാധിപൻ. അത് എപ്പടി ന്യായം വിധിക്കും? സുവിശേഷത്താൽ ന്യായം വിധിക്കും. എന്നാൽ നിങ്ങൾ അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവരത് കേട്ടില്ലെങ്കിൽ അവർക്ക് എന്നാ പറ്റും? അവർക്ക് നാശം സംഭവിച്ചു. കാരണം നിങ്ങൾ അവരോട് പേശിയാച്ച്. അതായത് നമ്മുടെ കടമ എന്നാ சொல்ல നമ്മൾ എന്നാ പണ്ണോന്ന് നമ്മൾ സുവിശേഷം അവരെ അറിയിക്കണം. അവർക്ക് അറിയാതെ എപ്പടി അത് തിരിയും? അന്നേരം നിങ്ങൾ അവരത് സ്വീകരിച്ചില്ലെങ്കിൽ അത് അവരുടെ നാശത്തിന് വേണ്ടി പോയിടും. എന്നാൽ അത് മാത്രമല്ല, സാത്താൻ്റെ നാശവും അതുകൊണ്ട് ഭവിച്ചിടും. എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിടും. എന്താ ഇവിടെ 28-ാം വാക്യത്തിൽ പറയുന്നത്? നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടയാളമാകുന്നു. കാരണം ആണ്ടവരുടെ വേല ചെയ്യുവാൻ തക്കോണം നിങ്ങളെ ഇടയാക്കി. അത് ആണ്ടവരുടെ ചിത്തം താൻ. അതിന് നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുന്നത് നമ്മളെ ആണ്ടവർ നമുക്ക് ഒരു കൽപ്പന ചൊല്ലിയാച്ച്. എന്നാ കൽപ്പന ചൊല്ലിയാച്ച്? ഞാൻ വരുവോളും എൻ്റെ വചനത്തെ ഘോഷിപ്പീൻ. നമുക്ക് അത് താൻ നമ്മൾ അവൻ്റെ വചനത്തെ നമ്മൾ ഘോഷിക്കേണ്ട നമ്മൾ കാര്യമിരിക്കും. നമ്മൾ അത് പേശേണ്ട ആവശ്യം ഇരിക്കുന്നത്. അത് നമ്മളോട് ആണ്ടവർ ചൊല്ലിയ വചനം താൻ. കാരണം നമ്മൾ അവരോട് ചൊല്ലുമ്പോൾ അവരുടെ ഹൃദയം കലങ്ങണം. അവരുടെ ഹൃദയത്തിൽ ഒരു ചൈതന്യം ഉണ്ടായിട്ട് അവർ വിശ്വസിക്കണം. അവർ വിശ്വസിക്കാന്നുണ്ടെങ്കിൽ അവർ സഭയോട് ചേർന്നിടും, അല്ലെങ്കിൽ അവർ രക്ഷയിലേക്ക് വന്നിടും. അവരും ദൈവമക്കളായിടും. നിങ്ങൾക്ക് കൂട്ട് വിശ്വാസികൾ നിങ്ങൾക്ക് കൂടിയിടും. അന്നേരം നിങ്ങൾക്ക് എന്നാ ഗുണം ഉണ്ടായിരിക്കും? ഇത് നിങ്ങളുടെ രക്ഷയ്ക്ക് ഒരു അടയാളമാകുന്നു. അന്നേരം അത് നിങ്ങളുടെ രക്ഷയ്ക്ക് ഒരു അടയാളമാകും. കാരണം നിങ്ങൾ ചെയ്യുന്ന വേല, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പണ്ണുകയാണ് എന്ന് ആണ്ടവർ ഇங்கே അപ്പോസ്തലൻ ചൊല്ലുകയാണ്. അത് നിങ്ങളുടെ രക്ഷയ്ക്ക് കാര്യമാകും. 29-ാമത്തിലെ വാക്യം, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ഇത് ആര് വെച്ചതാണ്? ആരാണ് ഈ വാർത്തയെപ്പറ്റി ചൊല്ലിയിരിക്കുന്നത്? ആര് താൻ? അതിൻ്റെ ഉടമ ആരാണ്? അത് ദൈവം താൻ. ദൈവം എന്ന് പറഞ്ഞാൽ ആണ്ടവരായ യേശുക്രിസ്തു. നമ്മൾ സുവിശേഷങ്ങൾ നമ്മൾ വാസിക്കുമ്പോൾ നമുക്കത് നല്ലപോലെ പൊടിയും. ഇത് വെച്ചിരിക്കുന്ന ആര് താൻ? ആണ്ടവർ എന്ന് ചൊല്ലി ആണ്ടവരായ യേശുക്രിസ്തു താൻ ഇത് വെച്ചിരിക്കുന്നത്. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ, ആണ്ടവരായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാൻ മാത്രമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാം. അതുകൊണ്ട് നമുക്ക് എന്നാ പറ്റും? നമുക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആണ്ടവരായ യേശുക്രിസ്തുവിനോട് നമുക്ക് വിശ്വാസം ഏറിയിടുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നമ്മൾ എന്നെ ദൈവം വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആണ്ടവരുടെ വേല ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഷ്ടം വന്നിടും. കഷ്ടം കാരണം നമ്മൾ ആരുടെ മക്കൾ താൻ? ആണ്ടവരുടെ മക്കൾ താൻ. നമ്മൾ പിശാചിൻ്റെ മക്കളല്ല. നമ്മൾ പിശാചിൻ്റെ മക്കളാണെങ്കിൽ എന്നാ പറ്റും? പിശാച് നമുക്ക് കഷ്ടം വരുത്താതെ. എന്നാൽ നമ്മൾ വേറെ ഇത് നമ്മുടെ രാജ്യമല്ല നമ്മൾ വിചാരിക്കണം. നമ്മുടെ വാസമെങ്കിൽ നമ്മുടെ രാജ്യം അംഗീകരിക്കുകയും നമ്മൾ എവിടുത്തെ മക്കളെന്ന് ആണ്ടവർ ചൊല്ലിക്കുന്നത്? നമ്മൾ സ്വർഗത്തിലെ മക്കൾ. കാരണം ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ച ആ നേരത്തിൽ നമ്മൾ എന്നാ അയച്ചേ? ആണ്ടവരുടെ മക്കളെ. ആണ്ടവർ എங்கே വാസം പണത്? സ്വർഗത്തിൽ വാസം. അത് നമ്മുടെ നിവാസം അംഗീകരിക്കുക സ്വർഗത്തിൽ. അന്നേരം നമ്മൾ സ്വർഗത്തിലെ വാസികൾ താൻ. അന്നേരം നമ്മൾ വേറൊരു രാജ്യത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ കഷ്ടമുണ്ടാകും. പലവിധമായ കഷ്ടങ്ങൾ ഞങ്ങൾക്ക് വന്നു. നിങ്ങൾ അതിനെപ്പറ്റി ഞാൻ എക്സാമ്പിൾ എന്നാ ചൊല്ലുക, നിങ്ങൾ വെളിനാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങേ ഞങ്ങൾക്ക് ഭാഷ தெரியாது, അങ്ങേ അവരുടെ ചട്ടങ്ങൾ നമുക്ക് தெரியாது, അവരുടെ രീതികൾ നമുക്ക് தெரியாது. അന്നേരം നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് എന്നാ പറ്റും? നമുക്ക് ഒന്നുമേ പൊടിയാതെ, അവിടുത്തെ കാര്യങ്ങളൊന്നും പൊടിയാതെ നമുക്ക് കഷ്ടമാണ്. അത് മറ്റുമല്ല, നമ്മൾ ആരെ പറ്റിയാണ് ചൊല്ലുന്നത്? നമ്മൾ ആരുടെ രാജ്യത്തെപ്പറ്റി നമ്മൾ പേശുന്നത്? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തെപ്പറ്റി. കിങ്ഡം ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ രാജ്യത്തെപ്പറ്റി തന്നെ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേശുമ്പോൾ എന്നാ പറ്റും?
നമുക്ക് പിശാച് നമുക്ക് ரொம்ப എതിരാളികളായിട്ടിരിക്കും. ആ പിശാച് നമ്മളെ എപ്പടി നമ്മളെ മുടിച്ചിടണം എന്ന് അവൻ വിചാരിച്ച് അവൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവൻ നമ്മളെ എപ്പടി വേണം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മൾ എപ്പടി വേണം അതിൻ്റെ കാരണം എന്നാ தெரியுமா? കാരണം നേരത്തെ നമ്മൾ അവൻ്റെ മക്കൾ താൻ, അവൻ്റെ മക്കൾ മാത്രമല്ല, നമ്മൾ അവൻ്റെ അടിമ താൻ. അവൻ്റെ അടിമയാണെന്ന് പറഞ്ഞാൽ അവൻ ചൊല്ലുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ എന്നാ ചെയ്യുക? അവൻ ചൊല്ലുന്നത് നമ്മളൊന്നും കേൾക്കാതെ. അന്നേരം നമുക്ക് ആ പിശാചിന് ദേഷ്യം വരുമോ ഇല്ല? അവൻ നമ്മളോട് ശണ്ട കൂടുമോ ഇല്ല? അവൻ നമുക്ക് പ്രയാസങ്ങൾ വരുത്തുമോ ഇല്ല? നീ ഒന്ന് കേട്ടു. കാരണം നേരത്തെ അവന് ചിത്തമായ രീതിയിൽ നമ്മൾ നടന്നാച്ച്, അവൻ ചൊല്ലുന്ന മാതിരി എല്ലാമേ പണിയാച്ച്, ആ പണിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ആണ്ടവരെ നിങ്ങൾ നമ്പിയിടുമ്പോൾ, നീ ആണ്ടവരുടെ മക്കളായിരിക്കുമ്പോൾ അവന് രമ്പ കോപം വന്നിരും. ആർക്കാ? പിശാചിന് രമ്പ കോപം വന്നിരുമ്പോൾ എന്നാ പറ്റും? അവൻ നമുക്ക് കഷ്ടം തന്നിരും. അത് മാത്രമല്ല, നമുക്ക് വേറെ നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ചാച്ച് അല്ലെങ്കിൽ നമ്മൾ ഇബ്രാനിയൊക്കെ പുസ്തകത്തിൽ നമ്മൾ വാസിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ എന്നെ പറ്റുകയും നമ്മൾ മക്കൾ താൻ, നമ്മൾ വാസിച്ചാച്ച് എന്നാ മക്കൾ താൻ. മക്കളാകുമ്പോൾ തകപ്പനായ ആണ്ടവർ നമ്മളെ ரொம்ப நேசிச்சாச்சு. அப்படிதான் இருக்கிறது. ரொம்ப நேசிச்சாச்சு. അവൻ നമ്മളെ നേസിക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റും? നമ്മൾ തപ്പ് ചെയ്യുമ്പോൾ നമ്മളെ നമുക്ക് ചിലപ്പോൾ നമ്മളോട് അവിടെ പേശിടും, അല്ലെങ്കിൽ നമുക്ക് അവൻ എന്നാ പറ്റും? നമുക്ക് ജീവിതത്തിൽ കഷ്ടങ്ങൾ തരും. നമ്മൾ ആണ്ടവരുടെ പക്കം വരാൻ വേണ്ടി നമുക്ക് എന്നാ പറ്റും? ആണ്ടവർ നമുക്ക് കഷ്ടം വരുത്തിയിട്ട് നമുക്ക് രോഗം വരുന്നിടും. അത് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വാസിക്കും. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പോകുമ്പോൾ നമുക്ക് വാസിക്കാൻ പറ്റും. നമുക്ക് കഷ്ടങ്ങൾ വന്നിടും. അല്ലെങ്കിൽ അവൻ നമ്മളോട് പേശും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ടങ്ങൾ വന്നിടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലും കേട്ടില്ലെങ്കിൽ നമുക്ക് മരണം വരെ വരാൻ പറ്റും എന്ന് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് തന്നെ അങ്ങ് നമ്മൾ ചൊല്ലുന്നത്. അത് ആണ്ടവരുടെ വചനം താൻ നമുക്ക് കേൾക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്നാ വേണം? നമ്മൾ സന്തോഷിപ്പീൻ. അത് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് സന്തോഷിക്കുകയാണ്. അവന് കഷ്ടങ്ങൾ വന്നപ്പോൾ അവൻ സന്തോഷിക്കുക. നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷിക്കാൻ പറ്റുമോ? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുകയാണ്. നമുക്കന്നേരം നമ്മൾ 28 വാക്യത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്കും അടയാളമായിരുന്നു, അതുകൊണ്ട് നമുക്ക് അത് രക്ഷയ്ക്ക് അടയാളമായിരിക്കുക. ഞാൻ മുടിച്ചിടുകയാണ്. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തിനായി പിന്നെയും നമുക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന സമയം ആണ്ടവരുടെ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി താൻ ഞങ്ങളെ വെച്ചിരിക്കുന്നു. നിങ്ങൾ ആണ്ടവരുടെ സുവിശേഷ വേല ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം கிடைக்கும் എന്ന് ഞാൻ നിങ്ങളോട് ചൊല്ലിയിടുന്നു. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.